മച്ചന്മാരെ, അപ്പം ഇന്ന് നമ്മൾ പാർട്ട് 9 ആയിട്ടാണ് വന്നിട്ടുള്ളത് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മളൊന്ന് ഉറങ്ങട്ടെ. കഴിഞ്ഞ പാർട്ടിനൊക്കെ നമ്മളൊരു കിടുക്കൻ സാധനം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, ഒന്ന് എണീച്ചിട്ട് കാണിച്ചു തരാം. കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഈ കിടുക്കാച്ച സാധനം ഇത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ പാർട്ട് 8 നമ്മൾ തിരിച്ചു വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് അയൺ കിട്ടി. അത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ആയിട്ടുള്ളത്. അത് മാത്രമല്ല ഞാൻ കാണിച്ചു തരാം. അത് എവിടെയായിട്ടാന്ന് വെച്ചാൽ നമ്മൾ ആ റിവ്യൂ പോലത്തെ ആ സാധനത്തിൻ്റെ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ സൈഡിലേക്ക് പോയി നോക്കണമെന്ന്. അപ്പം നമ്മളതിൻ്റെ സൈഡിലേക്ക് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ആ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. കിടുക്കൻ സാധനമാണ്. നമ്മൾ പോയപ്പോൾ വെച്ച പാലം. ഞാനിവിടെ വില്ലേജ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാണ്. ഇപ്പോൾ ഗൈസ് നമുക്കിതാ കിടക്കച്ച സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിൽ സെറ്റപ്പ് ലൂട്ടായിരുന്നു. ഞാൻ ലൂട്ടൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എടുത്തിട്ടില്ല. കണ്ടോ, ഹെൽമെറ്റ്, കൂട് എല്ലാം നല്ല സെറ്റ് ലൂട്ടാണ്. ഇനി എന്തായാലും നമുക്ക് ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കണം. ഇവിടെ ഒരു ഗോൾഡ് ബ്ലോക്ക് ഉണ്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ ഗോൾഡ് ബ്ലോക്ക്. ഒന്നേ ഉള്ളൂ ഗോൾഡ് ബ്ലോക്ക്. ഈ ബ്ലോക്ക് കൊടുത്താൽ ഓക്കെ, കുറച്ചേ പൊട്ടിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് വരാം. എന്നാൽ പിന്നെ നമുക്ക് ആ ഗോൾഡും കൂടി പൊട്ടിച്ചെടുത്തിട്ട് ആ നെതർ പോർട്ടൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നോക്കട്ടെ. കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നെതറിലോട്ട് പോകാം. ഡയമണ്ട് പിക്കാക്സ് ഒന്നും ആയിട്ടില്ല. ട്രൈ ഇറ്റ് നമുക്ക് പോയി നോക്കട്ടെ. ചാടി കളിക്കുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളെ ലോഗോ ക്ലിയർ കാണാൻ കണ്ടോ. ഇനി നമുക്ക് ഈ അയണും കെട്ട് വെച്ചിട്ട് നമുക്ക് പോയിട്ട് എന്തെങ്കിലും അയൺ ഉണ്ടാക്കാൻ പറ്റൂല. എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല ഗൈസ്. ഇവിടെ ക്ലിയർ 3 ബാക്കി 7 ഉണ്ട് ഗൈസ്. ക്ലിയർ 3 ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി സ്റ്റിക്ക് നമ്മുടെ അടുത്തില്ലല്ലോ. സ്റ്റിക്ക് ഓക്കെ ഗൈസ്, നമ്മളെ വേൾഡിലത്തെ രണ്ടാമത്തെ അത് ഇട്ടെടുത്ത് ഇനി നമുക്ക് ഇവിടെ ആക്കാം. ഓക്കെ, നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് ഗോൾഡ് ബ്ലോക്ക് ആയിട്ട് പൊട്ടിച്ചെടുക്കാം ഗൈസ്. അപ്പോൾ അവിടെ ഗോൾഡ് ബ്ലോക്ക് പൊട്ടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് റിവ്യൂവിലെ സ്പോണർ കണ്ടുകൊടുത്ത് കുറച്ച് ടോർച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് പോകണത് അവിടുത്തെ സ്റ്റോൺ പിക്കാക്സും പൊട്ടി. അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് പോയി നോക്കാം. നമ്മൾ പോയിട്ട് ആ ഗോൾഡ് ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. നമ്മളാ സോംബി വില്ലേജിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇത്. എവിടെ ഗോൾഡ് ബ്ലോക്ക് ഗോൾഡ് ബ്ലോക്ക്. ഓക്കെ, ജസ്റ്റും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാം. വെറുതെ അവിടെ ഈ 4 നമ്മൾ ഡയമണ്ട് പിക്കാക്സ് ഇല്ലാതെ പൊട്ടിക്കാൻ നിൽക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ ഫുള്ളാക്കാനായിട്ട് നിൽക്കില്ല. നമ്മൾ പോയിട്ട് ഗോൾഡ് ബ്ലോക്ക് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ടോർച്ചും ഉണ്ടാക്കി പിക്കാക്സും ഉണ്ടാക്കിയിട്ട് നമുക്ക് റിവ്യൂവിന് വരാം. നമ്മളെല്ലാം സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ടോർച്ച് 24 പിന്നെ നമുക്ക് നൈസിന് സ്പോണർ പോലുള്ള സ്ഥലത്തോട്ട് ചെല്ലാം ഗൈസ്. താഴെ എവിടെയാണത് വഴിയൊന്നും എനിക്ക് ഓർമ്മയില്ല. നമുക്ക് എന്തായാലും ചുമ്മാ ഇപ്പം പോയേനെ. ഫുഡ് കഴിക്കട്ടെ. ഗോൾഡ് ബ്ലോക്ക് അവിടെ വെച്ചില്ല. വെയിറ്റൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് പോവാം. ഇവിടെ വെച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ പണി കിട്ടും. ചത്താൽ പിന്നെ ഗോൾഡ് ബ്ലോക്കും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചിട്ട്
ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കയ്യിൽ സോഡില്ലേ? സോഡില്ല. നമ്മുടെ അടുത്താണെങ്കിൽ സോഡുണ്ടാക്കാനായിട്ടുള്ള വുഡും ഇല്ല. അവിടെ എന്താ സോംബീസ്, വാട്ടർ സോംബീസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ എങ്ങനെ അങ്ങോട്ട് പോകും? പോയി നോക്കാം. വാട്ടർ സോംബി അവിടെ ഉണ്ട്. ചത്ത് ചാവില്ലേ? ഓക്കെ. ഇങ്ങോട്ട് അവർക്ക് കയറാനായിട്ട് പറ്റത്തില്ല. ഇങ്ങോട്ടല്ലല്ലോ വഴി. പിന്നെ എന്തിനാ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയേ? അവിടെ ആയിട്ടാണ് നമ്മൾ അവന്മാരെ കണ്ടിട്ടുണ്ടല്ലേ. മിക്കവാറും പാലുണ്ടാക്കി തോന്നിയും കാരണം നിറച്ച് സോംബീസാണ്. ക്രീപ്പറൊക്കെ വേഗം ഇവിടെ നിന്ന് ഈ സ്ഥലം വിടുന്നതാണ് നല്ലത്. ഇവിടെ ക്രീപ്പറിൻ്റെ താഴോട്ട് അത് ഇവിടം വരെ നമ്മൾ വന്നിട്ട് നമ്മൾ ഇവിടം വരെ ആയിട്ടാണ് വന്നത്. ഇവിടുന്ന് എങ്ങോട്ടേക്കൊക്കെയോ ആയിരുന്നു. ഇങ്ങോട്ടല്ലല്ലോ ഇവിടെ എവിടെ? ഇങ്ങോട്ടേക്കല്ല വഴി. യെസ്സൂ, നമ്മൾ ഇങ്ങനെ പാലുണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പണി കിട്ടും. നമ്മളിങ്ങനെ പാലുണ്ടാക്കിയിട്ട് അതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ സ്കെൽട്ടനൊക്കെ ഉണ്ട്. അതാ ഒരായി ഇതിൻ്റെ ഉള്ളിലപ്പോൾ മിക്കവാറും ഡയമണ്ടൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നൊന്ന് പ്രതീക്ഷിക്കാം ഗൈസ്. ഓക്കെ, ഇങ്ങനെ അവിടെ റെഡ് സ്റ്റോണൊക്കെ ഉണ്ട്. ഇവിടേക്ക് ടോർച്ച് വെക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അയൺ നമുക്ക് വേണം, പക്ഷെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. താഴേക്കൊരു ടോർച്ച് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ പൊളിച്ചേനെ. അവിടേക്ക് എന്തൊക്കെയോ ഉണ്ട്. അങ്ങോട്ടും ഉണ്ട് കേവ്. താഴോട്ട് ചാടിയ നമ്മൾ പടാകും, ഉറപ്പാണ്. പെട്ടെന്നിപ്പോൾ അയ്യേന്ന് എടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ താഴോട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കാനും പറ്റണില്ല. ചവല് എൻ്റെ പൊന്നോ, എന്തോ ജസ്റ്റ് യൂസ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതേ സെയിം. പിന്നെ എന്തായാലും ഞാൻ ഇങ്ങോട്ടേക്കില്ല, ഞാൻ ഇതൊന്നും ഇങ്ങോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്യട്ടെ. എന്ത് ജസ്റ്റ് മിസ്സിന് ഞാൻ രക്ഷപ്പെട്ടെ. ലാവേൻ്റെ ഡാമേജും അവന്മാരുടെ ഡാമേജും എല്ലാം കൂടി. ഇനി നമ്മൾ ഈ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണേ, അല്ലെങ്കിൽ ഇവിടുന്ന് എൻ്റെ ജീവൻ കിട്ടത്തില്ല. ബ്ലോക്ക് ഇങ്ങനെ ജസ്റ്റ് മിസ്. ഇവിടുന്ന് എങ്ങനെയാലും ഒന്ന് വീട്ടിലേക്ക് എത്തിയ ഭാഗ്യം. എവിടെ കൂടെ റൂട്ട് പൈസ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ വില്ലേജ് തപ്പി പോകാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബൈ.